ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ രണ്ട് ഫോട്ടോകളുണ്ട്. ഇന്നത്തെ മാതൃഭൂമി എന്ന് വെച്ചാൽ 2025 ജനുവരി 26 ഞായറാഴ്ചയിലെ പത്രം. ആ പത്രത്തിലെ രണ്ട് ഫോട്ടോ, ഒന്ന് ഒന്നാം പേജിൽ വന്ന ഫോട്ടോ ആണ്, മറ്റൊന്ന് 4-ാം പേജിലെ ഫോട്ടോയാണ്. 4-ാം പേജിൽ വന്ന ഫോട്ടോ വലിയ ചർച്ചയാക്കി വിവാദമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ 1-ാം പേജിലെ വാർത്ത കണ്ടിട്ടേയില്ല, ഫോട്ടോ കണ്ടിട്ടേയില്ല എന്ന നിലയിലാണ് വിവാദമാക്കൽ നടപടികൾ നടത്തുന്ന കക്ഷികൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും കേരളത്തിലെ മാധ്യമങ്ങളുണ്ട്, അതോടൊപ്പം UDF സഹായിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുണ്ട്, UDF നിൽക്കുന്ന മാധ്യമങ്ങളുണ്ട്, പത്രങ്ങളുണ്ട്. 1-ാമത്തെ പേജിൽ വന്ന ഫോട്ടോ ഇതാണ്. കോൺഗ്രസിന്റെ VD സതീശൻ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര സമരയാത്ര. മലയോരത്ത് വന്യജീവി ആക്രമണം നടക്കുന്നു, ആളുകൾ കൊല്ലപ്പെടുന്നു, സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ജാഥയാണ് മലയോര സമരയാത്ര. ആ യാത്രയുടെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാലിൽ വെച്ച് നടന്നു. ആ യോഗത്തിൽ പങ്കെടുത്തത് KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF നേതാവ്, മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി. ഇവരൊക്കെ കൂടിയിരുന്ന് പൊട്ടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയാണ് 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നത്. ആ ഫോട്ടോയുടെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ്. ചിരിയോരം എന്നാണ് ഫോട്ടോയ്ക്ക് കൊടുത്തിരിക്കുന്ന അടിക്കുറിപ്പ്. VD സതീശൻ നയിക്കുന്ന UDF മലയോര സമരയാത്രയുടെ കണ്ണൂർ കരുവഞ്ചാലിലെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് നർമ്മം പങ്കിട്ട് ചിരിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി, VD സതീശൻ, K സുധാകരൻ, KC വേണുഗോപാൽ എന്നിവർ എന്നാണ് വാർത്തയുടെ തലക്കെട്ട്. എന്തിനാണ് യാത്ര നടക്കുന്നത്? മലയോര മേഖലയിൽ വന്യജീവി ആക്രമണം രൂക്ഷമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ കടുവ കടിച്ചു കൊന്നു. അതിനു മുമ്പ് ഒരു ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നു. ഈ മലയോരത്ത് വലിയ തോതിൽ വന്യജീവി ആക്രമണം നടക്കുന്നു. അതിനെതിരെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന ഈ സ്ഥലത്തിന്റെ ഏകദേശം കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് പഞ്ചാരക്കൊല്ലി. അവിടെയാണ് ഒരു സ്ത്രീയെ കടുവ കടിച്ചു കൊന്നത്. അതിൻ്റെ പ്രതിഷേധമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വയനാടിൽ. ദുഃഖം കേരളത്തിൽ എല്ലാവരിലുമുണ്ട്. ഒരു സ്ത്രീയെ കടുവ കടിച്ചു കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കേൾക്കാത്ത സംഭവമാണ്. അതും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദുഃഖകരമായ സംഭവം തന്നെയാണ്. ആ സമയത്ത് അതിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് അതേ വിഷയം ഉയർത്തി നടക്കുന്ന ഒരു ജാഥ, ആ ജാഥയുടെ വേദിയിൽ തമ്മിൽ കൈയടിച്ച് പൊട്ടിച്ചിരിക്കുന്ന നേതാക്കളെ കാണുന്നു. അത് മാതൃഭൂമിയുടെ 1-ാം പേജിൽ വാർത്തയാകുന്നു. ചിരിയോരം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കുകൾ, കോൺഗ്രസിലെ തമ്മിലടികൾ എല്ലാം അവസാനിച്ചിരിക്കുന്നു. എല്ലാവരും ചിരിയുടെ ഓരത്ത് എത്തിയിരിക്കുന്നു. ഇനി ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും കോൺഗ്രസ് എന്ന് സന്ദേശം നൽകുന്ന ഫോട്ടോയാണ് 1-ാം പേജിൽ കൊടുത്തിരിക്കുന്നത്. 4-ാം പേജിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ, ആ ഫോട്ടോയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്. വയനാട്ടിൽ നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ. കോഴിക്കോട്ട് ഫാഷൻ ഷോയിൽ പാട്ടുപാടി മന്ത്രി. അവിടെ വേട്ട, ഇവിടെ പാട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി ആ ഫോട്ടോ കൊടുത്തിരിക്കുന്നത്. കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന കോഴിക്കോട് ഫ്രീഡം ഫ്യൂഷൻ ഫാഷൻ ലൈവ് മ്യൂസിക്കൽ പ്രോഗ്രാമിൽ മന്ത്രി AK ശശീന്ദ്രൻ പാട്ടുപാടുന്നു. MP രജിത്ത്, ഇടവേള ബാബു എന്നിവർ സമീപം എന്നാണ് വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന, ഫോട്ടോയ്ക്ക് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ്. മന്ത്രി ഇന്ന് വയനാട്ടിലെത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്ത കൂടി അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. വയനാട്ടിലേക്ക് പോകുന്ന വഴി കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. ആ പരിപാടിയിൽ ഒരു പാട്ട് പാടുന്നു മന്ത്രി. ആ പാട്ട് പാടിയത് മഹാ അപരാധമാണ്. വയനാട്ടിൽ ഒരു സ്ത്രീയെ കടുവ കടിച്ചു കൊന്നിരിക്കുന്നു. അവിടെ കടുവയെ വേട്ടയാടാനുള്ള ഒരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ പാട്ടുപാടി രസിക്കുകയാണ് മന്ത്രി AK ശശീന്ദ്രൻ എന്ന് പറയുന്ന തലക്കെട്ടോടുകൂടിയ ഫോട്ടോയാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഒരു ഫോട്ടോയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്. 1-ാം പേജിൽ കൊടുത്ത ഫോട്ടോയ്ക്ക് എന്ന് വെച്ചാൽ UDF നേതാക്കൾ ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോയിൽ ചിരിയോരം എന്ന് പറഞ്ഞു കൊടുത്ത ഫോട്ടോയ്ക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ഒരു അടിക്കുറിപ്പിടാം. വയനാട്ടിൽ നരഭോജി കടുവയ്ക്കായി തിരച്ചിൽ, ഇവിടെ പാട്ടും കൂത്തും സന്തോഷം കൊണ്ട് കൈയടിക്കുന്ന ചിത്രം വെച്ച് മറ്റു തലക്കെട്ട് കൊടുക്കാമല്ലോ. എന്തുകൊണ്ടാണ് മന്ത്രിയുടെ പരിപാടിക്ക് മാത്രം അത്തരമോ തലക്കെട്ട് കൊടുത്തത്? അത് കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നതാണ്. കാരണം മന്ത്രിയെ പോലെ തന്നെ സുപ്രധാന പദവി വഹിക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവ്, 2 MP മാർ, 2 ജനപ്രതിനിധികൾ, ഇവരൊക്കെ നിൽക്കുകയാണ്. 4 ജനപ്രതിനിധികൾ ഒന്നിച്ചു നിൽക്കുന്നു. ഒരാൾ പ്രതിപക്ഷ നേതാവാണ്, 2 പേർ MP മാരാണ്, ഒരാൾ പ്രതിപക്ഷ ഉപനേതാവാണ് PK കുഞ്ഞാലിക്കുട്ടി. ഒരു മന്ത്രിക്കുള്ള അതേ ഉത്തരവാദിത്വം ഈ ജനപ്രതിനിധികൾക്കില്ലേ? അവർക്ക് പാട്ടുപാടാം, കൈകൊട്ടിച്ചിരിക്കാം, എല്ലാം ചെയ്യാം. അത് നല്ല കാര്യം. ചിരിയോരത്ത് എത്തിയിരിക്കുന്നു. UDF നേതാക്കൾ ഒന്നിച്ചു നിൽക്കുന്നു, സന്തോഷം അവിടെ കാണുന്നു. അത് വലിയ പ്രതീക്ഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് 1-ാം പേജിൽ.
രണ്ടാം പേജിൽ വയനാട്ടിലേക്ക് പോകുന്ന വഴിക്ക് കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അതൊരു മ്യൂസിക് പ്രോഗ്രാം ആയിരുന്നു, ഫാഷൻ ഷോ ആയിരുന്നു, അതിലൊരു പാട്ട് പാടിപ്പോയി മന്ത്രി എ കെ ശശീന്ദ്രൻ, അത് മഹാ അപരാധമായി പോയി എന്ന് പറയുന്ന രീതി. ഇതാണ് മാതൃഭൂമിയുടെ ഈ വാർത്തയിലെ സംഭവം. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നല്ല കാര്യം ചെയ്താലും മോശം കാര്യം ചെയ്താലും ഫലം ഇത് തന്നെയാണ്. എല്ലാറ്റിലും ദോഷൈക ദൃക്കുകൾ എന്ന് പറയാറില്ലേ, അതുപോലെ ആയി മാറിയിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ എന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ രണ്ട് ഫോട്ടോയും, ഈ രണ്ട് ഫോട്ടോയ്ക്ക് കൊടുത്ത അടിക്കുറിപ്പും, ഈ രണ്ട് ഫോട്ടോയുടെ വാർത്തകൾ. തലക്കെട്ട് കൊടുത്തതാണ്, 4-ാം പേജിൽ കൊടുത്ത തലക്കെട്ടാണ്. നരഭോജി കടുവയ്ക്ക് വേണ്ടി അവിടെ വേട്ട നടക്കുന്നു, ഇവിടെ പാട്ടുപാടി മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത തലക്കെട്ട്. അതോടൊപ്പം തന്നെ നരഭോജി കടുവയ്ക്ക് വേണ്ടി അവിടെ വേട്ട നടക്കുന്നു, അതേ പ്രശ്നം ഉന്നയിച്ച് നടക്കുന്ന ജാഥയുടെ ഉദ്ഘാടന ചടങ്ങിൽ പൊട്ടിച്ചിരിച്ച് കൈകൊട്ടി കളിച്ച നേതാക്കൾ എന്ന തലക്കെട്ട് 1-ാം പേജിൽ കൊടുക്കാമായിരുന്നു. പക്ഷെ അത് കൊടുക്കില്ല. എന്തുകൊണ്ടാണ്? അതാണ് മാതൃഭൂമിയുടെ രാഷ്ട്രീയം, അതാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ എല്ലാം രാഷ്ട്രീയം.